ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നാണ് കേസ് നമ്മൾ രാവിലെ തന്നെ എണീച്ച് ഗൈസ്. അപ്പം ഇന്നാണ് കേസ് നമുക്കാണെങ്കിൽ ഇന്ന് പോലീസുകാരൊക്കെ ആണ് ഗൈസ്. ഇപ്പം ഞാൻ ഈ സിറ്റിയിലെ ഞാനാണ് ഈ സിറ്റിയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഗൈസ് ഇപ്പോൾ സിറ്റിയിലെ പോലീസ്. അപ്പം ഇന്നാണ് കേസ് നമുക്ക് മുടികളൊക്കെ വെട്ടണം, നല്ല അങ്ങ് വളർന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ മുടിയൊക്കെ വെട്ടി ഒന്ന് അടിപൊളി പോലീസുകാരും ആവാന്നൊക്കെ വിചാരിച്ചു ഗൈസ്. വൃത്തിയോടെ ചെല്ലാൻ ഗൈസ്, അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതല്ലേ ഗൈസ്, പുതിയ സ്കൂളിൽ പോകുമ്പോൾ പുതിയ ശീലങ്ങൾ. അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ മുടികളും വെട്ടാനുള്ള കടയിൽ വന്നിട്ട് ഗൈസ് നമുക്ക് നേരെ പോയി മുടി വെട്ടണം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പോയി മുടി വെട്ടിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ മുടികളൊക്കെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം മുടികളൊക്കെ വെട്ടി ഒരു കിണ്ണനായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഡിഫറൻറ്റെല്ലാം കാണാം. നേരെ പോയതിന് ശേഷം ഗൈസ് നമ്മൾ ജിമ്മിലാണ് ഗൈസ്, നമ്മൾ വർക്കൗട്ട്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ഗൈസ് നമുക്കിത് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ട് ഗൈസ്, നല്ല ഉറക്കക്ഷീണമുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഒരു 3 മണിക്ക് എണീച്ചു ഗൈസ്. പോലീസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇന്നാണെങ്കിൽ നമ്മൾ മേളി ജിമ്മിൻ്റെ അവിടെ ചെറിയൊരു പോലീസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി, പ്ലാനിങ് ആളൊക്കെ ഉണ്ടാക്കി ഗൈസ്, രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ പ്രോട്ടീൻ ഷേക്ക് ആളൊക്കെ രാവിലെ തന്നെ അടിച്ചു കുടിച്ചു ഗൈസ്. നമുക്കിവിടെ വന്ന് ഡ്രസ്സുകൾ മാറാം, കണ്ണാടി വേണ്ട, ബനിയനിടാം, പിന്നെ ഒരു ഷോർട്ട്സും കാളാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ കോംബോ കാളും വരുന്നത്. അപ്പം ആദ്യത്തെ വർക്കൗട്ട് ഇതിൽ തന്നെ ആവാം ഗൈസ്. ഇനി ഗൈസ് എൻ്റെ സിറ്റിങ് ആളും ആയിരിക്കും ഗൈസ്, ഞാനാണ് ഗൈസ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇനി ഗൈസ് ഞാൻ പ്രൊമോഷനായി ഗൈസ് നമ്മൾ DGP എന്തൊക്കെ ആവാൻ കിടക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കുറേ സെക്ഷനുകൾ ആവാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇനി കുറേ ജോലികളുണ്ട്. അപ്പം ആദ്യം ഈ ഒരു വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ ആ വർക്കൗട്ടിങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഒരു അരമണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഗൈസ്. നമ്മളെ കാലിനാണെങ്കിൽ നല്ല ഇതുങ്ങളൊക്കെ വരും. അപ്പം ഇതെന്താണ് എൻ്റെ പോനെ നല്ല വെയിറ്റിങ്ങുകളുണ്ട് ഗൈസ്. രാവിലെ ആയതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ശക്തി കുറവ് പോലെ ഉണ്ട് ഗൈസ്. നല്ല ഉറക്കക്ഷീണമുണ്ട് ഗൈസ്. ഞാൻ 3 മണിക്ക് എണീച്ച് ഞാനാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇതൊക്കെ ഒന്ന് പൊക്കി നോക്കാം. ഇതൊക്കെ എന്തുവാടെ പൊക്കാൻ പാടല്ലേ, ഇതൊന്നും പൊങ്ങുന്നില്ല ഗൈസ്. എന്താ പൊങ്ങി ഗൈസ്, ഇച്ചിരിയെങ്കിലും ഞാൻ പൊക്കി ഗൈസ്. 1 വയസ്സിൻ്റെ പോലെ ഇത്ര പൊക്കത്തില്ല ഗൈസ്. അപ്പം ഞാൻ കുറേ പൊക്കി ഗൈസ്, നല്ല രീതിയിൽ പൊക്കി. ഇതൊന്ന് പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ പൊന്നെ നല്ല വെയിറ്റ്. എത്ര പേര് ജിമ്മിൽ പോകുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ ഗൈസ്. ഇതൊക്കെ എന്താ കൊണ്ടാണ് ഇതൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ മേടിച്ചങ്ങ് വെച്ചു ഗൈസ്. ജിമ്മിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്, നമ്മളൊന്നും ചെയ്യത്തില്ലെന്നേ ഉള്ളൂ ഗൈസ്. ഒന്നും അറിഞ്ഞൂടെ, ഇതൊക്കെ ഒന്ന് പൊക്കാൻ മാത്രം എനിക്കറിയാം. ഇതൊക്കെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇവനെ പൊക്കണ്ട ഗൈസ്. നമ്മൾ അന്നോട്ട് ഓടിഞ്ഞാലോ ഫുള്ള് സീനാവും ഗൈസ്. പിന്നെ ഞാനല്ലേ ഗൈസ് ഇവിടുത്തെ പോലീസ്. അപ്പം ഞാനായിട്ട് നീ വല്ലയിടത്തും ചെന്ന് കിടന്ന അടുത്ത് നമുക്ക് പോലീസ് ഗൺ ടെസ്റ്റിംഗ് ആളും ഉണ്ട് ഗൈസ്. അപ്പം ഗൺ ടെസ്റ്റിംഗ് ആൾ ഒരു ക്ലാസ്സിലാണ് ഞാൻ ചെയ്ത് പഠിക്കുന്നത്. ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് ക്ലാസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അതാണ് ഗൈസ് നമ്മളെ എയിമും കാണും വരുന്നത്. അപ്പം അതിനകത്ത് വെച്ച് അടിക്കണം നമ്മളൊരു ഇതും കാണും വരുന്നത്. അതിൻ്റെ ആ റെഡിൽ അടിക്കണം, അപ്പോഴത്തേക്കാണ് ഇത് റെഡി ആവത്തുള്ളൂ. ഗൈസ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ ഗൺ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ നമ്മളെ ജിമ്മിങ് കഴിഞ്ഞു, ഗൺ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ പോയി ഒന്ന് കുളിക്കാം ഗൈസ്, നല്ല രീതിക്ക് ഒന്ന് കുളിക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ആണെന്ന് ആരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതാണ് പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗൈസ് ഇനി നമുക്ക് മുന്നേറാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ഇന്ന് ഈ ഒരു ചാനൽ 10K ആണ് ഗൈസ്, റോഡ് ടു 10K ആണ് ഗൈസ് നമ്മുടെ ലക്ഷ്യങ്ങളാണ് വരുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഇനി കുളിക്കാം ഗൈസ്, നല്ല രീതിക്ക് പയ്യെ നീന്തി കുളിക്കാം ഗൈസ്. നമുക്കാണെങ്കിൽ പയ്യെ കുളിക്കണം, നല്ല രീതിക്ക് കുളിച്ചേക്കാം. ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്നതല്ലേ ഗൈസ്, ആദ്യമായിട്ടല്ല, ഇതൊരു പോലീസ് ജോലി ആയതുകൊണ്ടാണ് ഗൈസ് ഇത്തരം മഹത്വം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പോയെന്ന് ഉടുപ്പുകളൊക്കെ മാറാം. അപ്പം നമ്മൾ പട്ടാളത്തിൻ്റെ ഉടുപ്പാണ് കേസ്, നമ്മൾ KSRTC ഓടിക്കാൻ പോകുന്ന അതേ ഡ്രസ്സാണ് കേസ് നമ്മൾ ഇടുന്നത് എന്ന് നിങ്ങൾ കരുതും. എന്നാൽ കേസ് അതൊന്നും അല്ല കേസ്. അപ്പം നമ്മളാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ചെറിയൊരു ബാഗ്, പിന്നെ മാസ്ക് കാണും വേണം കേസ്. വല്ലവരൊക്കെ തുപ്പി തന്നാലോ കേസ്, മുഖത്ത് ഉള്ളു വീരും. അതുകൊണ്ട് തന്നെ കേസ് ഞാൻ മാസ്കും കാളൊക്കെ ഇടുന്നുണ്ട് കേസ്. അപ്പം നമ്മുടെ സൗണ്ട് കാളൊക്കെ ഇപ്പോൾ ലോ ആയി വരികയാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു അസ്വസ്ഥതയും കാളും ഉള്ളതുകൊണ്ടാണ് കേസ് നമ്മുടെ സൗണ്ട് കാളിപ്പോൾ സ്ലോ ആയി വരുന്നത് കേസ്. അതുകൊണ്ട് തന്നെ ഗൈസ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഗൈസ്, ചെറിയൊരു ഓഡിയോയിൽ എനിക്ക് പറയാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഗൈസിനാണെങ്കിൽ നമുക്കാണെങ്കിൽ ഗൈസ് നമുക്ക് നമ്മളെ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ഗൈസ്. അപ്പം ഈ ഗൈസ് ഈ വണ്ടി കൊള്ളാമല്ലോ ഗൈസ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ കറുപ്പ് പെയിൻ്റ് അടിച്ചത് അത് നമുക്ക് ചോദിച്ചു നോക്കാം. സാറേ ഞാൻ ഇന്ന് പുതിയതായിട്ട് ജോലിക്ക് വന്നത് സാറേ. അപ്പം ഞാൻ എവിടെയാണ് ഗൈസ് ഒപ്പിടേണ്ടുള്ളത് സാറേ?
അകത്ത് ഏതാണ്ടൊരു ഫോമും കാണാനും ഇരിപ്പുണ്ട്, ഏതെങ്കിലുമൊക്കെ ചെന്ന് ഒപ്പിടുക. ഇവിടേക്കൊന്നും പിടിക്കുന്നില്ല ഗൈസ്, ഞാനിവിടെ വന്നത്. അപ്പോൾ ഗൈസ് ഞാനവിടെ ഒപ്പും കാളും ഇട്ടു ഗൈസ്. അവിടെ നിന്ന് ഒരു ഗണ്ണും കാളൊക്കെ എടുത്തിട്ടുണ്ട്. സാറേ ഞാൻ അവിടെ നിന്ന് ഒരു ഗണ്ണും കാളും എടുത്തിട്ടുണ്ട്. അപ്പം സോ ഗൈസ് ഈ വണ്ടിയാണ് ഗൈസ് നമ്മളെ വണ്ടി ഗൈസ്, ചാവിയിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒന്നാമത് കിടക്കുന്ന വണ്ടിയാണ്. അപ്പം സോ ഒന്നാമത് നമ്മളെ വണ്ടിയാണ് ഗൈസ് കിടക്കുന്ന ഡിഫൻഡർ. പിന്നല്ലേ ഗൈസ് എനിക്ക് മനസ്സിലാതെ ഈ ഒരു വണ്ടിയാണെന്ന്. അപ്പം സോ നമുക്ക് എന്തുവാ ഗൈസ്, നമ്മൾ ഡ്യൂട്ടിക്ക് ആളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ ഇവിടെ നിന്ന് വെട്ടിച്ച് ആർക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഞാനാണ് ഐസിറ്റിയിൽ പോലീസ്. ഭയങ്കര സ്ട്രിക്റ്റിങ് ആളോ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റ ഒരു തന്നെ ഇനി കടന്ന് പോകത്തില്ല. അത് ഏത് മോഡിഫൈഡ് കാറായാലും ഞാൻ വിട്ടുകൊടുക്കാം. മോഡിഫൈഡ് കാറൊക്കെ നമ്മളെ കാറില്ലേ ഗൈസ്, അപ്പം അതൊക്കെ നമ്മളങ്ങ് വിട്ടുകൊടുക്കും ഗൈസ്. ഫസ്റ്റ് റൈഡിനുള്ള ആൾക്കാരൊക്കെ വിടുന്നുണ്ടല്ലോ, ഇവന്മാരെ തന്നെ നമുക്ക് പിടിക്കാം. ഈ പച്ചയും ഈ ഒരു ബൈക്കിനെയും തന്നെ നമുക്ക് ആദ്യം തന്നെ പിടിക്കാം. അപ്പം സോ ഇവിടെ നമ്മൾ കാറുകളിൽ ഒതുക്കിയിടാം. ലെവൽ സ്പീഡിലാണ് ഗൈസ് വരുന്നത്. നിർത്ത് ഡാടാ ഉള്ള പൊന്നാ ഒടുക്കത്തെ സ്പീഡ്. ഇവനെങ്ങനെ വെറുതെ വിട്ടിട്ട് ഒരു കാര്യമില്ല, ചോദിച്ചാലും പറയാൻ. പിന്നെ ഗ്ലാസ് പോലും തുറക്കുന്നില്ല ഗൈസ്. ഞാനാണെങ്കിൽ ഇവനെ തോക്ക് വെച്ച് വെടിയങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കൊള്ളാം ഗൈസ്. രാവിലെ എയിം ടെസ്റ്റ് ചെയ്തത് കൊണ്ടില്ലെന്നാ. എയിം ടെസ്റ്റ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഒരുത്തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നു ഒരുത്തൻ ഗൈസ് നമ്മളെ വണ്ടി വന്ന് ഇടിച്ച് വീണിട്ടുണ്ട്. അവനവിടെ കിടക്കട്ടെ ഗൈസ്. ഇവനാണെങ്കിൽ ഒന്നും ഇറങ്ങുന്നില്ല ഗൈസ്. അപ്പം ഞാൻ അവനെ തെള്ളിയും ആളൊക്കെ ഇട്ടിട്ടുണ്ട്. മോനിന്നി അവിടെ കിടാം ഗൈസ്. നമുക്ക് ആംബുലൻസ് വിളിച്ച് ഇവനെ ആളൊക്കെ കൊണ്ടുവിടാം ഗൈസ്. ഇവിടെ ആയിട്ടാണ് ഗൈസ് എല്ലാവരും ഇങ്ങനെ വന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിവിടെ മെയിനായിട്ട് പിടിച്ച സ്ഥലം. അപ്പം സോ ഈ ബൈക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇവൻ ചാവികളൊക്കെ എവിടാണ്ട് എടുത്ത് കളഞ്ഞ. എൻ്റെ പൊന്നെ ഇവനൊക്കെ ഏത് ബൈക്കിടെ ഇത്, എനിക്ക് കണ്ട ഇഷ്ടമല്ലാത്ത ബൈക്കാണ് ഗൈസ്. ഗൈസ് അവനെ ഞങ്ങൾ ക്രെയിനുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നമ്മളെ വണ്ടി ഞങ്ങൾ ഒതുക്കിയിടാം ഗൈസ്, ഒതുക്കിയിടാം. അല്ലെങ്കിൽ അടുത്ത പ്രശ്നങ്ങളാവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം ഗൈസ്. എന്നാലും ചെറിയൊരു ആഗ്രഹം കുറവാണ് ഗൈസ്. നമ്മൾ അപ്പുറത്തെ നമ്മളെ വണ്ടിക്ക് നമ്മൾ വിട്ട് കൊടുക്കത്തില്ല. അയാൾക്ക് ഇച്ചിരി ഷോ കൂടുതലാണ്. നമ്മളാണെങ്കിൽ ഗണ്ണും കാളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ പൊന്നെ ഫുട്പാത്തിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിരുന്ന കഴിച്ച് ഇവരിന്നി പരാതി വല്ലതും കൊടുക്കുകയാണെങ്കിൽ സീനാവും. പെട്ടെന്ന് മാറ്റി. ഇവർക്കാണെങ്കിൽ കണ്ണും കണ്ടുപിടിക്കാത്ത ഒരു കണ്ണ് കാണാത്ത വികലാംഗനാണ് കേസ് വരുന്നത്. സോറി ഗേസ്, കണ്ണ് കാണാത്ത അന്ധനാണ് ഗേസ്, ഞാൻ വികലാംഗനെന്ന് ഗേസ് പറയുന്നത്. അപ്പം സോ അതൊക്കെ നമുക്ക് ഡ്യൂട്ടിയുടെ ഒരു സ്ട്രെസ്സും ടെൻഷനൊക്കെ കാരണം ഉണ്ടാവുന്നതാണ്. എൻ്റെ പൊന്നെ അയാൾ വണ്ടി ഇടിച്ചാൽ ആലോചിച്ച് നോക്കിയ ഗേസ്, പരാതിയായി കൊലയായി. എൻ്റെ പൊന്നെ എനിക്കൊന്നും വയ്യ ഗേസ് അകത്ത് പോയി കിടക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ഈ ജോലി കിട്ടിയ. ഇവൻ പയ്യാണ് കേസ് വരുന്നത്. ഇവൻ പാവമാണെന്ന് കാണുമ്പോൾ അറിയാം കേസ് ആ ഓടിക്കാരൻ. എന്തായാലും കേസ് അവൻ്റെ അടുത്തോണ്ട് ചെല്ലാൻ കേസ്, ഇച്ചിരി സ്പീഡിൽ ഓടിച്ചെല്ലാൻ കേസ്. അവൻ കേസ് അവൻ പയ്യൊന്നുമില്ല കേസ്. എൻ്റെ പൊന്നോ എന്നെ ഇടിച്ചിട്ടു കേസ്. അവൻ ഞാനൊരു പോലീസാണെന്ന് ഇവനൊന്നും വില കൽപ്പിക്കുന്നില്ലേ. അടാടാടാ ഇറങ്ങിടാടാ. പോലീസും കള്ളോയാടാ. എൻ്റെ ഒന്ന് മേടിച്ച് 1 ലക്ഷം രൂപ തരണേ കേട്ടോ. നിനക്കിപ്പം തന്നെ 1 ലക്ഷം രൂപ തരാം. എന്നെ ഇടിച്ചിട്ടതും പോലെ ഇനി അവന് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണമെന്ന്. അന്നാണ്ട് ഞാൻ മേടിച്ചതിന് ശേഷം അത് കൊടുത്ത് തീർന്നൊരു കേസാണ്. ഇനി അവൻ പിന്നെ പൊക്കിക്കൊണ്ട് വീഴുന്നു. അവനെങ്ങ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇടിച്ചതിന് ശേഷം അവനെങ്ങും ആക്കണം കേസ്. അപ്പം സോ ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി പകുതി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര വണ്ടി കേസ് പിടിച്ചെടുത്തു കേസ്? അപ്പോൾ 2 വണ്ടിയാണ് കേസ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടികൾ അതിക്രമിക്കണം കേസ്. നമുക്ക് ഇനി വണ്ടികൾ വേണം കേസ്. എൻ്റെ പൊന്നെ ഓടിയുടെ ഡോറിൻ്റെ ഇത് പവറുണ്ട് കേസ്. ലാൻഡ് ക്രൂസറിനെ വരെ നീക്കാനുള്ള പവറുണ്ട് കേസ് നമ്മളെ ഓടിയുടെ ഇതിന്. അപ്പം സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.